നേത്ത് പിടിച്ച മീന് അത് തെളി മീന് ഐത്തമകാസക്കിപ്പായിര മീന്. ഹായ് ഫ്രണ്ട്സ്, ആദ്യ 5 വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മീനച്ചാർ ഉണ്ടാക്കാം. അതിനാവശ്യത്തിന് ഞാൻ ഇന്ന് ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മൾ ഈ മീൻ നല്ലതായിട്ട് പുരട്ടി വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് വറുക്കാനുള്ള ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. ഞാൻ ഇവിടെ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി ഇതിലോട്ട് നമുക്ക് ശകലം ഇട്ട് വറുത്തെടുക്കാം. മീൻ നമ്മൾ 2 സൈഡും മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വാങ്ങാം. ഇനി മീനച്ചാറിന് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകലം കായം, വിനീഗർ, ആവശ്യത്തിന് ഉപ്പ്. ഇതിരി നമുക്ക് വശക്കിയെടുക്കാം. വഴട്ട ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ തിളച്ചതും അതിലോട്ട് ഒരു 3 കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞ് വെക്കുന്നത് ഇട്ട് നല്ലവണ്ണം വശക്കിയെടുക്കാം. വശക്കിയെടുക്കാം നല്ലോണം. ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വശങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിങ്ങനെ പൊടികൾ ഇട്ട് കൊടുക്കാം. അത് ഒന്ന് പച്ചമണം മാറുന്നവരെ വശക്കി കൊടുക്കാം. ഇതിലോട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം വശക്കിയെടുക്കാം. നമ്മളിതിൻ്റെ പച്ചമണം മാറാൻ വശക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമുക്ക് വറുത്ത് കോരി വെച്ചിങ്ങനെ മീൻ ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വറുത്ത് കോരി വെച്ചിങ്ങനെ മീൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. ഇത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിളച്ച് നന്നായിട്ട് കുറുകി എല്ലാം മീനിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും വളരെ ടേസ്റ്റിയും ഹെൽത്തിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റിൽ പറയണം. ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായ ആദ്യ 5 വ്ലോഗിനെ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.